സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാരീ നേരത്തെ വിളിക്കണ്? മര്യാദക്ക് ഇൻട്രോ പറയാനും കൂടി സമ്മതിക്കില്ലല്ലോ. ശുക്കൂറല്ല. ഹലോ പറയടാ. പിന്നെ നമ്മള് രാത്രി ഒരു ജൂറാസിക് പാർക്കില് ക്യാമ്പിങ്ങിന് പോവാ തീരുമാനിക്കുന്നുണ്ട്. നീ ഉണ്ടോ? ഞാനുണ്ടോന്ന് ചോദിച്ചാ എന്നാ ഞാനും ഉണ്ട്. നിങ്ങള് എന്തായാലും പോവല്ലേ? ഞാനും ഉണ്ട്. ആരൊക്കെ ഉണ്ട്? പിന്നെ കുറച്ച് നമ്മളെ അറിയണ മറ്റവരൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. നീയും വായോ? എന്തായാലും എല്ലാരും ഉണ്ടല്ലേ, എന്നാ ഞാനും വരാടാ. ഞാൻ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോ വായോട്ടെ. ഞങ്ങളാ ജൂറാസിക് പാർക്കിൽ ഒരു ക്യാമ്പൊക്കെ സെറ്റാക്കി ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഇജ്ജ് വരുന്ന സമയത്ത് ബാഗില് കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് വായോട്ടെ. കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചോ, ടെന്റൊക്കെ വാങ്ങിച്ചോട്ടാ. രാത്രി മൊത്തം അവിടെ നിക്കാനാണോ പ്ലാന്? നമ്മള് ജസ്റ്റ് നൈറ്റ് ക്യാമ്പിങ്ങാ. നാളെ രാവിലെ ഒക്കെ ആകുമ്പോ നമുക്ക് പോവാം. ആടാ, സെറ്റാക്കാം. ഞാൻ എന്തായാലും വരാം. ഞാൻ ഇപ്പോ നമ്മളെ ഫ്ലാറ്റിന്റെ പണി ഉണ്ടല്ലോ, അവിടെ നടക്കണോടത്താണ്. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, എന്തായാലും അല്ലെങ്കിൽ വേണ്ട, ഞാൻ നൈറ്റ് ഒക്കെ ആകുമ്പോ അങ്ങോട്ട് വരാം. നല്ലത്, ശരി. ഓക്കെ ഗൈസ്, നമ്മളെ ശുക്കൂറാണ് ഇപ്പൊ വിളിച്ചത്. പാവം പറയണ രാത്രി ഒക്കെ ആകുമ്പോ നമ്മള് ജൂറാസിക് പാർക്കിലാണെങ്കിൽ ക്യാമ്പ് ഉണ്ട് ഇത്ര ഗൈസ്. അവിടേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കണേ. എന്തായാലും കുഴപ്പമില്ല, നമ്മളെ കോളേജിലത്തെ ചെക്കന്മാരാണ്. അപ്പൊ അവന്മാരൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അവരെന്തായാലും ആദ്യമായിട്ട് വിളിച്ചല്ലേ ഗൈസ്, നമുക്ക് പോയി ഒന്ന് സെറ്റാക്കാം. എല്ലാരും ഉണ്ടെന്നാ പറഞ്ഞിരിക്കണേ. ഞാനൊക്കെ അവിടെ പോകുമ്പോ ഉണ്ടെന്ന് അപ്പളേ അറിയുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ നമ്മളെ ഫ്ലാറ്റിന്റെ പണി നടക്കുന്നിടത്താണ്. ചെറുതായിട്ടൊന്ന് തെന്നി വീണതാണ്. സീനില്ല, എപ്പോഴും എൻ്റെ കാലിടക്കിടക്ക് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കേറിയ ഇങ്ങനെ വഴുക്ക് പോവും ഗൈസ്, അതാ പ്രശ്നം. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നിവിടെ വല്ലാണ്ട് പണിയൊന്നും ഇല്ല. എന്നാലും ഞാൻ വന്നു നോക്കിയതാണ് എവിടെ വരെ ഈ പണി നോക്കാനൊക്കെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും നേരെ അടിയിലോട്ട് പോയിട്ട് അവൻ പറഞ്ഞല്ലോ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും കാറിൽ പോവാല്ലേ ഗൈസ്, ബൈക്കമ്മ പോവണ്ട. വെറുതെ കാറിൽ പോവാ നല്ലേ. ഷടാ, അതാ വീണ്ടും വീണ്. എന്ത് കഷ്ടാണ് ഗൈസ്. ഇതേ നേരം ഇങ്ങനെ വഴുക്കി വീഴൽ തന്നെയാണ് പണി. ഇവിടെ അവന്മാര് സിമെന്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ടേ അവിടെ ഇവിടെ കയറ്റി കൊണ്ടുപോയിട്ടിട്ട് നമ്മളിങ്ങനെ മറ്റേ തട്ടിത്തെറിഞ്ഞ് വീഴാണ് ഗൈസ്, അതാണ് പ്രശ്നം. ഇനി നോക്കി കണ്ടു പോവാ, അല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, നമുക്ക് ഇന്നാ ബൈക്ക് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടേ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. കുറെ നേരമായി ഇവിടെ ഇങ്ങനെ വന്ന് നോക്കണ്. അപ്പോഴാണ് അവൻ വിളിച്ചത്. ഇതാണ് നമ്മളെ ബൈക്ക്, KGF റോക്കി ബൈയുടെ ബൈക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട്? റയർ പീസാണ്. ഇടിക്കാണ്ട് കൊണ്ടുപോകണം നമ്മള് വീട്ടിലോട്ട്. ഇനി എന്തായാലും നമുക്ക് സീനില്ല. ഇനിയിപ്പോ രാത്രി അല്ലേ ഇനിയിപ്പോ അങ്ങോട്ട് പോകണ്ടി ക്യാമ്പിങ്ങിന്. അത് വല്ല സീനൊന്നുമില്ല, നമുക്ക് രാത്രി അല്ലേ, സീനൊന്നുമില്ല. പിന്നെ അവൻ പറഞ്ഞിരുന്നു എന്താ ക്യാമ്പിങ്ങിന് പോകുമ്പോ മറ്റേ എന്താണ് അതിന്റെ പേര്, ടെന്റൊക്കെ കൊടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെന്റ് അല്ലേ, അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. പിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, ബാഗൊക്കെ എടുത്ത് എന്തായാലും നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ അതിലാക്കി പോവാ ഗൈസ്. എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ള ഐറ്റംസ് ഒക്കെ ആക്കിയിട്ട് പോവാം. എവിടെ എൻ്റെ വീട്? അതെ, ഈ കാണുന്ന തന്നെയാണ് വീട്. വീട്ടിൽ പോയിട്ട് അയ്യോ ഓടിക്കരുത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല, സേഫ് ലാൻഡിങ് ആണ്. വീട്ടിൽ വല്ല ചായ ഉണ്ടെങ്കിൽ എടുത്ത് കുടിച്ചിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കാണാം ഗൈസ്. ഇതാണ് കേട്ടോ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ. വീട് കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളെ വീട് ഏതാണെന്ന്. ഇതാണ് നമ്മളെ വീട്, ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളിലോട്ടൊന്ന് കയറട്ടെ. ഈ വീടിന്റെ ഉള്ളിലോട്ട് കയറുന്നിടത്തൊക്കെ പോമാര് ജൂറാസിക് പാർക്ക് പോലെ ആക്കി വെച്ചിരിക്കണ്. ഒന്ന് തട്ടിയാൽ മതി, അപ്പം മരത്തിന്റെ മുകളിലാവും നമ്മള്. പിന്നെ ഇതാണ് നമ്മളെ വീട്. ഇവിടെ എൻ്റെ ഫോർച്യൂണർ ഉണ്ടായിരുന്നു, എവിടെ എന്തോ ആരെല്ലാം എടുത്തോണ്ടേ ഉണ്ടാവും. അതൊന്നും സീനില്ല കേസ്, നമുക്ക് ഫോർച്യൂണർ പോയാൽ വേറെ ഫോർച്യൂണർ വാങ്ങിക്കാമല്ലോ. അതൊന്നും വലിയ പ്രശ്നമൊന്നുള്ള കാര്യമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് കയറിയിരിക്കാം. എന്തായാലും ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. ഗൈസ്, ഞാൻ റെസ്റ്റ് എടുക്കാന്നും പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പൊ എണീറ്റ് നോക്കുമ്പോ സമയം 5 മണി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടെന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന്. വേഗം പോയി ടെന്റൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ ഗൈസ്. അല്ലെ രാത്രി സമയത്ത് ചിലപ്പോ കടല്ലെങ്കിൽ പിന്നെ ടെന്റ് അല്ല എന്തെന്ന് പറഞ്ഞ ടെന്റ് വാങ്ങിക്കാറൊന്നും നമുക്ക് ഇതുണ്ടാവില്ല. പിന്നെ കടല്ലാണ്ട് പിന്നെ നമ്മള് അവിടെ ആ മരത്തിമ്മ കിടന്ന് ഉറങ്ങേണ്ടി വരും. അത് നടക്കൂല ഗൈസ്. നമ്മളവിടെ പുതിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ പോയിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അടിപൊളി ഷോപ്പാണ് ആ ഒരു ഷോപ്പ് എന്ന് അറിയാച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അടുത്ത് പുതിയതായിട്ട് വന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ക്യാമ്പിങ്ങിന് പോവാനുള്ള എല്ലാ ഐറ്റംസും ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ലംബോർഗിനിക്കാരനെ മേത്ത് കയറിയിട്ടുണ്ട്. അതൊന്നും സീനില്ല, വല്ല വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഉള്ളവർ എന്ത് കാട്ടാലും ഒന്നും പറയില്ല ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഷോപ്പ് ഇതാണ് ഗൈസ്. ഇവിടെ പുതിയതായിട്ട് വന്നൊരു ഷോപ്പാണ് ഈ ഒരു ഷോപ്പ്. എങ്ങനെയുണ്ട് ഗൈസ്?
ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു ഡോറുണ്ട് കേട്ടോ. ആ ഡോറിൽ കൂടെയാണ് പോകേണ്ടത്. നിങ്ങൾ വിചാരിക്കും ഷട്ടർ തുറന്നിട്ടാണ്. ഇതൊരു ഗാരേജ് ആണ് ഗൈസ്. ഇതല്ല, അതിൻ്റെ എൻട്രൻസ് അപ്പുറത്തെ ഭാഗത്താണ്. ഇതൊരു കാർ ഗാരേജാണ്. കാർ ഗാരേജ് വർക്ക്ഷോപ്പാണിത്. ഞാൻ എന്തായാലും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കട്ടെ ഗൈസ്. ഇതാണ് നമ്മളെ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു വലിയൊരു മാളാണ്. ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ ക്യാമ്പിങ്ങിനായിട്ടുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാഗിനുള്ളിലാണ് ഇട്ടത്. ഇപ്പം നമ്മളൊരു ബാഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ചെറിയൊരു ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് ഗൈസ്. നമ്മൾ ക്യാമ്പിങ്ങിനൊന്നും പോവാറില്ല, അതുകൊണ്ട് വലുതൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇപ്പം മാത്രം ഉപയോഗിക്കാനല്ലേ, അതുകൊണ്ട് ഒരു ചെറിയ ടെൻറ്റ് വാങ്ങിച്ച്. വലുതൊക്കെ വാങ്ങിച്ചിട്ട് എന്തിനാണ് ഗൈസ്? നമുക്കൊക്കെ ഇരിക്കാൻ പറ്റിയ പാകത്തിനുള്ള ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് പോവാം. നമ്മളെ ബൈക്കാർ അടിച്ചു മാറ്റി കൊണ്ടേയില്ല ഭാഗ്യത്തിന്. ആ ചാവി എടുക്കാണ്ട പോയത്. അതാണ് വേറൊരു പ്രത്യേകത. ഓക്കെ, നമുക്കെന്തായാലും വേറൊരു കാര്യം മറന്നു കഴിച്ച്, നമ്മൾ തിന്നാനൊന്നും വാങ്ങിച്ചില്ല. അത് സീനില്ലേ, നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടൊരു ചെറിയൊരു കട ഉണ്ട്. അവിടെ നിന്ന് വാങ്ങിക്കാൻ നമുക്ക്. ഇവിടെ എവിടെ നോക്കിയാലും കടയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. അതാണ് നമ്മളെ മെയിൻ സിറ്റി. അതാണ് നമ്മളെ സിറ്റിയുടെ മെയിൻ പ്രത്യേകത. ഇപ്പം ഇവിടെ ഉണ്ടായിട്ടാണ് ആ കട വരുന്നത്. അതാ ഈ ഭാഗത്താണ്. ഞാൻ എന്തായാലും കുറച്ച് തിന്നാനുള്ള ഐറ്റംസ് വാങ്ങിക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് തിന്നാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ വീട് ഇപ്പുറത്ത് തന്നെയാണ് ഗൈസ്. വണ്ടി കൊണ്ടുവച്ചിട്ട് വരായിരുന്നു. അന്ന് സീനിലിപ്പോൾ നമ്മളെ വീടിൻ്റെ പുറത്തേക്ക് വരാൻ തന്നെ നമുക്ക് വണ്ടി വേണം. നമ്മൾ വേറെ ലെവലല്ലേ. നമുക്ക് എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഇനി കുറച്ച് ടൈം കൂടി ഉള്ളൂ. 8 മണിയൊക്കെ ആകുമ്പോഴല്ലേ. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഞാൻ എന്തായാലും അപ്പോൾ നമുക്ക് പോണ നേരത്ത് കാണാം ഗൈസ്. ഇനി സോ ഗൈസ്, ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7:50 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇപ്പോൾ പോയാലേ ജുറാസിക് പാർക്കിലോട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ മതി. ഇവിടുന്ന് 5 മിനിറ്റ് പോരാ. അതിന് മുമ്പായിട്ട് നമ്മൾ എത്തും. എന്നാലും അവിടെ പോയി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ് അവന്മാരെ. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരു റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്. ഞാൻ അഥവാ വല്ല ടെൻറ്റ് കെട്ടിയിട്ട് വല്ല ഡിനോസറിൻ്റെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ വണ്ടി എടുത്തിട്ട് വരാമല്ലോ. അതുകൊണ്ട് കാർ എടുത്തത്. അവന്മാർ നടന്നിട്ട് വരുന്നെന്നാണ് പറഞ്ഞത്. എന്നോട് കാർ എടുത്തോ പറഞ്ഞ്. വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ കാറിൽ കയറി പോവാലേ നമുക്ക്. അപ്പോൾ എന്നോട് എടുത്തോ പറഞ്ഞ്. പിന്നെ നമ്മൾ കാറൊക്കെ എടുത്ത് റേഞ്ച് റോവറാണ് എടുത്തത്. നേരെ നല്ല ഞാൻ എന്നാൽ ജൂറാസിക് പാർക്കിലോട്ട് പോട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ ജൂറാസിക് പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവന്മാർക്ക് വിളിച്ചേക്കിയപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ഞങ്ങൾ വരുന്നുള്ളൂ എന്നൊക്കെ. കുഴപ്പമില്ല, അവർ വരട്ടെ. എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അവിടെ. ഗൈസ്, നമ്മളങ്ങനെ ജൂറാസിക് പാർക്കിൽ ഇപ്പോൾ ഒരു ക്യാമ്പ് സെറ്റാക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ശുക്കൂറാണ് അവിടെ എന്തോ കഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവൻ പറയണത് ഒന്നും മനസ്സിലാവണമൊന്നുമില്ല. പിന്നെ ഗൈസ്, അവിടെ നമ്മൾ കുറച്ചേരം ഇരുന്ന് മടുത്തപ്പോൾ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വിചാരിച്ച്. ഞാനാണ് കള്ളൻ ഗൈസ്. നമ്മൾ എണ്ണിയിട്ട് അവരെ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ വരും കേട്ടോ. എല്ലാവരും വിളിച്ചില്ലേ? ഇവിടെ ആരായിരിക്കണ്? പെരിച്ചേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത ആളെ കണ്ടുപിടിച്ച്. ഇതാ മരത്തിൻ്റെ അവിടെ ആരുണ്ട് ഗൈസ്. 3ാമത്തെ ആളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഗൈസ്? ഇതെന്താ ഗൈസ്? ഇത് സ്ലെൻഡർമാൻ അല്ലേ? ഇവിടെ നിൽക്കണ സേഫ് അല്ലേ ഗൈസ്? വേഗം ഇവിടുന്ന് ഓട്ടാ. എടാ ശുക്കൂറ്, പിന്നെ ഞാൻ അവിടെ സ്ലെൻഡർമാനെ കണ്ട്. ഇവിടെ നിൽക്കണ സേഫ് അല്ലടാ. നമുക്ക് ഇവിടുന്ന് വേഗം സ്ഥലം വിടാ. അത് നല്ലത്. ഇവിടെ ക്യാമ്പൊന്നും പിന്നെ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് നിൽക്കണ്ട. ഞങ്ങൾക്ക് ഇവിടുന്ന് വേഗം പോവാ. ഇവനെ എവിടെ ഇരുന്ന്? ഇവനെവിടെ കണ്ടില്ലല്ലോ. ഇവിടെ നിൽക്കണ്ട. നമുക്ക് ഇവിടുന്ന് വേഗം പോവാ. ഇവിടെ സേഫ് അല്ല, ഇവിടെ സേഫ് അല്ലേ. നമുക്ക് നേരെ ഇവിടുന്ന് സ്ഥലം വിടാം. അവിടെ സ്ലെൻഡർമാനൊക്കെ ആണ്. അപ്പൊ എല്ലാരും നമ്മൾ ഈ വണ്ടിയോട് കയറ്റിയിട്ടുണ്ട്. അവൻ എന്തായാലും ഈ ഒരു വണ്ടി എടുക്കാൻ പറഞ്ഞ് ഭാഗ്യം കേട്ടോ. അവിടെ എന്താണ് ഗൈസ്, സ്ലെൻഡർമാനൊക്കെ കണ്ട് ഞാൻ. ഇവിടെ നമുക്ക് നേരെ സ്കൂട്ടാവാം. ഇവിടുന്ന് സ്കൂട്ടാവാം. ഇവിടെ ശരിയില്ല ഗൈസ്. ഞാൻ ഇവിടുന്ന് മേഘ സ്ഥലം വിടട്ടെ. എല്ലാരും നമ്മളെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അവരെ നമ്മളിവിടെ ഇറക്കി വിട്ട് കൊടുത്തിട്ടുണ്ട്. അവര് വീട്ടിലേക്ക് പോയിക്കൊണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾക്കറിയാലേ, നമ്മളെ സ്ലെൻഡർമാനൊക്കെ കുറെ പ്രാവശ്യം പിടിക്കാൻ വന്നിട്ട് നമ്മൾ എങ്ങനെ ജസ്റ്റ് എസ്കേപ്പ് ആണ്. നമ്മളെ വണ്ടിയിലാണെങ്കിൽ പെട്രോളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെട്രോളാ ഡീസലാണ്. ഇപ്പോൾ ഡീസലില്ല. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ഡീസൽ അടിക്കണോ. ഇവിടെയാണ് തിരിച്ചേക്കേണ്ടത്. അപ്പുറത്താണ്. പിന്നെ ഇത് നമ്മളെ പെട്രോൾ പമ്പ് ആയതുകൊണ്ട് പിന്നെ വലിയ പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഇഷ്ടത്തിന് എടുത്തടിക്കുകയും ചെയ്യാം. ഗ്യാസ് ഉണ്ടോ എന്തോ, ഫ്യൂലുണ്ടോ എന്തോ. ഇല്ലെങ്കിൽ പിന്നെ മൂജി വണ്ടി ഇവിടെ ഇട്ടിട്ട് വേറെ വണ്ടിയുടെ പെട്രോളും നല്ല കൂറ്റേണ്ടി വരും ഗൈസ്. അതാണ് നല്ലത്. അപ്പോൾ വെറുതെ എന്തായാലും വണ്ടി എടുത്താൽ നന്നായി കിട്ടും. ഓൻ പറഞ്ഞെന്തായാലും നന്നായി. ഞാൻ എന്തായാലും കുറച്ച് പെട്രോൾ അടിക്കട്ടെ ഗൈസ്. എടാ അതെന്താ ഗൈസ്, നമ്മളാ ജൂറാസിക് പാർക്കിൽ കണ്ട സ്ലെൻഡർമാൻ അല്ലേ?
ഇതെന്താണ് ഗൈസ്, ഇപ്പൊ എന്താ നല്ല വലിപ്പൊക്കെ വെച്ചല്ലോ. അവിടുന്ന് കാണുമ്പോ ചെറുതായിരുന്നല്ല. അവിടുന്ന് പിന്നെ ഞാൻ ആ സ്ലെൻഡർമാനെ കണ്ടിട്ടോ. നേരത്തെ അധികം ഹൈറ്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ വിടാൻ ഗൈസ്. ഇവിടുന്ന് ഈ സിറ്റിയിലൊന്ന് ഞാൻ പോവാണ്. ഈ സ്ലെൻഡർമാൻ ഇവിടെ എങ്ങനെയും പിടിക്കണം ഗൈസ്. സ്ലെൻഡർമാനെ നമുക്ക് എങ്ങനെയും പിടിച്ച് തളക്കണം. ഇതേ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം, അല്ലേ ശരിയാവില്ല ഗൈസ്. അതാ നല്ലത്. ആ ചേച്ചിനെ അറിയാണ്ട് ഇടിച്ചിട്ടല്ല, അത് സീനില്ല. നമ്മളെ ഫ്രണ്ട്സൊക്കെ എന്ത് കേട്ടോ അറിയില്ല. അവരെ ഞാൻ നേരത്തെ ആ റോഡ് സൈഡിലാണ് ഇറക്കി കൊടുത്തത്. അവരവിടുന്ന് പോയിക്കൊണ്ട് പറഞ്ഞിട്ട്. ഈ സ്ലെൻഡർമാൻ ആണെങ്കിൽ പിന്നെയും വന്നിട്ടുണ്ട് സിറ്റിയിലോട്ട്. അത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയും നമുക്ക് അതിന് പിടിക്കണം ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല.